ഒരു ദിവസം ശിവൻ നാംദേവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എന്റെ ഒരു നല്ല ഭക്തനാണ്. പക്ഷേ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിന് മുമ്പ് നീ ഇനിയും എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ട്. ക്ഷേത്രം സന്ദർശിച്ച് എന്റെ മറ്റൊരു ഭക്തനെ കാണുക. അദ്ദേഹത്തിന്റെ പേര് വിഠോബ എന്നാണ്. അതിനുശേഷം നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് എന്നോട് പറയൂ. അപ്പോൾ ശിവൻ അപ്രത്യക്ഷനായി. നാംദേവ് രാവിലെ ഉണർന്നു. ശിവന്റെ മാർഗനിർദ്ദേശപ്രകാരം അദ്ദേഹം ക്ഷേത്രം സന്ദർശിക്കാൻ പുറപ്പെട്ടു. നാംദേവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്തനായ വിഠോബയെക്കുറിച്ച് അന്വേഷിച്ചു. കാത്തിരിക്കുന്നതിനിടയിൽ ശിവപ്രതിമയിൽ കാലുകൾ വെച്ച് ഒരു വൃദ്ധൻ ഇരിക്കുന്നത് നാംദേവ് കണ്ടു. ശിവനെ ഇങ്ങനെ അനാദരിക്കാൻ ഒരാൾക്ക് കഴിയുമെന്ന് നാംദേവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ക്ഷേത്രത്തിലെ പൂജാരി നാംദേവിനെ വൃദ്ധൻ പരിചയപ്പെടുത്തിയത്. വൃദ്ധൻ വിഠോബയാണെന്ന് പറഞ്ഞു. നാംദേവ് ആകെ ആശയക്കുഴപ്പത്തിലായി. ദൈവത്തോട് ഇത്രയധികം അനാദരവ് കാണിച്ച ഒരാളിൽ നിന്ന് അവൻ എന്ത് പഠിക്കാൻ? അപ്പോഴാണ് വിഠോബ പറഞ്ഞത്, ഓ നാംദേവ്, എനിക്ക് വളരെ വയസ്സായി. എന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും പ്രയാസമാണ്. ദയവായി എന്റെ കാലുകൾ ദൈവമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുക. നാംദേവ് വൃദ്ധന്റെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ വൃദ്ധന്റെ കാലുകൾ എവിടെ വെച്ചാലും ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പശ്ചാത്തപിച്ച നാംദേവ് ഭക്തനായ വിഠോബയുടെ കാൽക്കൽ വീണു ക്ഷമയാചിച്ചു. അങ്ങനെ ഭക്തനായ വിഠോബയിൽ നിന്ന് വിശുദ്ധ നാംദേവ് മനസ്സിലാക്കിയത് ദൈവം അഥവാ ശിവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും എല്ലാ ജീവജാലങ്ങളിലും അല്ലാത്തവയിലും ഉണ്ടെന്നാണ്. ഈ പഠനത്തിലൂടെ അദ്ദേഹം താമസിയാതെ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവം പോകുന്നിടത്തെല്ലാം ദൈവത്തോടൊപ്പം തുടരുകയും ചെയ്തു.